ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി വർഷയോട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ആരെങ്കിലും ഇതുപോലൊക്കെ പറഞ്ഞാൽ നീ സഹിക്കുമോ? ഞാൻ കള്ളിയാണെന്ന് പറഞ്ഞത് മാത്രമല്ല, ഞാൻ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന പൈസ കൊണ്ടാണ് എൻ്റെ ഭർത്താവ് കുടിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ടും മാക്സിമം പിടിച്ചു നിന്നതാണ് സച്ചിയേട്ടൻ. എന്നിട്ട് അവസാനം വർഷയുടെ അച്ഛനെ തല്ലേണ്ടി വന്നു. അത്രയ്ക്കാണ് വർഷയുടെ അച്ഛൻ ഞങ്ങളെ പറഞ്ഞതെന്ന് പറയും. ഇത്രയ്ക്ക് അപമാനിക്കാൻ മാത്രം ഞങ്ങളൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വർഷ പറയും, ഇതൊക്കെ അന്നേരം പറഞ്ഞുകൂടായിരുന്നു എന്ന്. അന്നേരം ഞാനിതൊക്കെ പറയാനോ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനോ നിങ്ങൾ ആരും എന്നെ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ വർഷയുടെ അച്ഛൻ അതിനൊന്നും സമയം തന്നു പോലുമില്ല. അത്രയ്ക്കല്ലായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾ അങ്ങോട്ട് വരണം, നിങ്ങൾ വരാത്ത കാരണം അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വർഷയൊന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അന്നേരം പറയും, നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. എന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് സപ്പോർട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ശ്രീകാന്ത് ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ വരാതിരിക്കരുത്. നിങ്ങൾ വരാതിരിക്കും തോറും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാതാകും. അച്ഛനെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അന്നേരം വർഷയ്ക്ക് അങ്ങ് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വർഷ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതെല്ലാം ഒന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഇനിയുള്ള തീരുമാനമൊക്കെ നിൻ്റേതാണ്. നിനക്ക് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. തിരിച്ച് ആ വീട്ടിൽ തന്നെ നിൽക്കണോ അതോ നമ്മുടെ വീട്ടിലേക്ക് വരണോ എന്നൊക്കെ നീ തീരുമാനിക്കണം. നീ ജീവിക്കേണ്ട വീട് അതാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് തന്നെ വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി പോരുന്നത്. അപ്പോൾ വർഷയ്ക്ക് അങ്ങ് ആകെ കൺഫ്യൂഷനാണ്. എന്താണ് സത്യം, എന്താണ് എന്നൊക്കെ ഉള്ള ഇതിലിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് വർഷ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ തപ്പി സച്ചി റെസ്റ്റോറൻറ്റ് ചെല്ലുന്നതാണ്. അപ്പോൾ ശ്രീകാന്തിനെ കാണുന്നുണ്ട് അവിടെ വെച്ച്. അന്നേരം ശ്രീകാന്ത് കണ്ടിട്ട് മൈൻഡാതെ നിന്നിട്ട് പറയും, ദേ ആൾ വന്നിരിക്കുന്ന, അനൂപെ വന്ന് ഓർഡർ എടുക്കാമെന്നൊക്കെ പറയും. ഉടനെ സച്ചി ചോദിക്കുക, എന്താടാ നീ എന്നെ കണ്ടിട്ടും കാണാത്ത പരുവത്തിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കും. സച്ചിയേട്ടൻ ആഹാരം കഴിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കും. ഞാൻ ആഹാരം കഴിക്കാനാണ് വന്നത്, ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആരെയും കാണുകയും വേണ്ട, ഒന്നും സംസാരിക്കാനും ഇല്ലെന്ന് ശ്രീകാന്ത് പറയും. അതെന്താ പിന്നെ, ഞാൻ നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയല്ലേ വന്നത്, അല്ലെങ്കിൽ ഞാനെന്നാൽ ഈ മറ്റുള്ള ഇവിടെ വന്ന് കഴിക്കാനിരിക്കുന്നവരോടൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചി ഉടനെ അവരുടെയൊക്കെ ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് സച്ചിയെ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയി നിന്ന് സംസാരിക്കുകയാണ്. എന്താ സച്ചിയേട്ടന് പറയാനുള്ളതെന്ന് ചോദിക്കും. നീ എന്താ വീട്ടിലോട്ട് വരാതിരുന്നത്, നീ നിൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ താമസമാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ കാരണമല്ലേ വരാത്തത്, സച്ചിയേട്ടൻ അവിടെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. എടാ, ഞാനന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ രേവതി അതുപോലെ തന്നെ അപമാനിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയും. അതൊക്കെ അയാളെ സച്ചിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കും. എടാ, ഞാൻ മാക്സിമം നോക്കിയതാണ് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ, പക്ഷേ അയാൾ സമ്മതിക്കണ്ടേ, അയാൾ കരുതി കൂട്ടി ചെയ്ത പോലെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അയാളുടെ മകളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അയാൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ അച്ഛനെ കാണുമ്പോൾ അയാൾക്കൊരു ഗിരിവിരിപ്പാണ്. അത് കാരണം ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാം മറന്നുകളാം. നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പറയും. ഞാൻ വരുന്നില്ലെന്ന് തന്നെയാണ് ശ്രീകാന്ത് പറയുന്നത്. അതെന്താ, നിനക്ക് ഭാര്യ വീട്ടിലെ ഫുഡ് അങ്ങ് പിടിച്ചു പോയോ, നീ അവിടെ തന്നെ അങ്ങ് താമസിക്കാൻ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അവിടെ അല്ല താമസിക്കുന്നത്, ഞാൻ അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പം നീ എവിടെ താമസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂടെയുള്ള കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് പറയും, സച്ചിയേട്ടാ ഇവൻ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയും. ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്, ആ സ്റ്റോർ റൂമിൽ 2-3 പേര് കിടപ്പുന്നുണ്ട്, ആ കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ഇവൻ ഇവിടെ കിടക്കുന്നൊക്കെ പറയും. അന്നേരത്തിന് സച്ചിക്ക് ആകെ ഷോക്കാകുന്നുണ്ട്. സച്ചി ഉടനെ ആ റൂമിലേക്ക് വന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് അന്നേരത്തിന് പുറകെ വന്നിട്ട്, സച്ചിയേട്ടൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, നിനക്കൊരു വീടുണ്ടല്ലോ, നിന്നെ അവിടെ എല്ലാവർക്കും വേണം. എന്നെ ആണെങ്കിൽ രേവതിക്കും അച്ഛനും അച്ചമ്മയ്ക്കും മാത്രം മതിയുള്ളൂ, ബാക്കി ആർക്കും എന്നെ വേണ്ട. പക്ഷെ നിന്നെ അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടതാണ്, നീ അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ഞാൻ വരുന്നില്ല, വർഷ വന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. വർഷയും കൂട്ടി വരണം, അല്ലെങ്കിൽ നീ അല്ലാതെങ്കിലും വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ ശ്രീകാന്തിനോട് മാക്സിമം പറയുന്നുണ്ട്. സച്ചി എന്നെ പറയും, അതിനി എന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല സച്ചിയേട്ടാ, വർഷ എനിക്ക് എന്നാണോ മനസ്സ് വരുന്നത് ആ സമയത്ത് ഞാൻ വർഷയായിട്ടേ വരത്തുള്ളൂ, അല്ലാതെ ഞാൻ വരത്തില്ലെന്ന് പറയും. നീ ആരെയും ഓർത്തില്ലെങ്കിലും അച്ഛനെ ഓർക്കണം, അച്ഛനെ നീ വിഷമിപ്പിക്കരുത്, അതിന് നീയായിട്ട് സാഹചര്യം ഒരുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചിട്ടാണ് സച്ചി അങ്ങ് പോരുന്നത്. പിന്നെ വർഷയുടെ ഓഫീസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വർഷ ഡബിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടുത്തെ സാറ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രോഗ്രാമിനൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല, എല്ലാം നന്നായിട്ട് നടന്നോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ എൻ്റെ അച്ഛനെ അടിച്ചു വന്നു, അതുകൊണ്ട് മുഴുവൻ പ്രശ്നമായി, അതുകൊണ്ടിപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രേവതി അവിടെ അമ്മയോടും ആങ്ങളയോടും ഒക്കെ വന്ന് പറയുന്നതാണ് അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. നീ എന്തായാലും ആ പൂമാലയിൽ കിടന്ന മാല എടുത്ത് കൊടുക്കാനൊന്നും പോകണ്ടായിരുന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പിന്നെ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയേട്ടൻ സഹിക്കാൻ പറ്റിയില്ല, അതാ സച്ചിയേട്ടൻ തല്ലിയെന്നും പറയും. അന്നേരത്തേന്
ശരത്ത് പറയും, അത് തന്നെ ശരി. എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താവ് ഭയങ്കര റൗഡി എങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയും. ശരത്ത് നീ അടങ്ങിയിരുന്നു, വെറുതെ എൻ്റെ സച്ചേട്ടനെ പറയരുത്, എന്തെങ്കിലും കാര്യമില്ലാതെ അദ്ദേഹം ആരെയും തല്ലാറൊന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി ശരത്തിനെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരത്തേന് ശരത്ത് പറയും, എന്തായാലും ചേച്ചിക്ക് കാശില്ലാത്തതുകൊണ്ട് മാത്രമല്ല ചേച്ചി അവരെല്ലാം കൂടെ കള്ളിയെന്നും അങ്ങനെ അപമാനിക്കുകയൊക്കെ ചെയ്തത്. കാശുണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കാശ് വേണം ചേച്ചി എന്ന് പറയും. കാശാണോടാ വലിയ കാര്യം, കാശില്ലേലും നല്ല മനസ്സും ഒക്കെ മതിയെന്നൊക്കെയാണ്, നല്ല സ്വഭാവം മതിയെന്നാണ് രേവതി പറയുന്നത്. ഉടനെ തന്നെ ശരത്ത് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ചേച്ചിക്കുണ്ടല്ലോ, എന്നിട്ട് ചേച്ചി അപമാനിക്കപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് തന്നെയാണ് പ്രശ്നം, കാശ് വേണം ചേച്ചി, കാശില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇഷ്ടം പോലെ കാശുണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് പേരോടൊക്കെ പ്രതികാരം വീട്ടണമെന്നും പറയും ശരത്ത്. അതുപോലെ നീ ആൻ്റണിയുടെ കൂടെ നടന്ന് കള്ളത്തരത്തിൻ്റെ ഒക്കെ കൂട്ട് നിന്നിട്ട് കാശുണ്ടാക്കുന്നൊന്നും വേണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ഇവർ വഴക്ക് പറയുന്നുണ്ട്. ആൻ്റണി ചേട്ടൻ അങ്ങനെ ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് ശരത്ത് ഇവരോടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം രേവതി പറയുന്നുണ്ട്, എന്താമ്മേ അവനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന്. എന്ത് ചെയ്യാനാ മോളെ, അതൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അവനെന്നൊക്കെ പറയും. എന്തായാലും ഇപ്പം നിൻ്റെ അമ്മായിമ്മയ്ക്ക് നിന്നോട് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലേ, കാരണം നിങ്ങൾ കാരണമല്ലേ അന്ന് അവിടെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കും. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, കാരണം എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് രേവതി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് രേവതിയുടെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്.